ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഞങ്ങൾ കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയതിന്റെ ബാക്കിയാണ് കേട്ടോ. പാർട്ട് 1 ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഞങ്ങൾ അക്കച്ചിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. പോകുന്ന വഴി ഞാൻ ബേക്കറിയിൽ കയറി ഒരു കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കേക്ക് വാങ്ങിച്ചതിന് വിശേഷം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അമ്പലത്തിൽ പോയതിന്റെ പിറ്റേ ദിവസം, അതായത് മാർച്ച് 3-ാം തീയതി അച്ചായുടെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. കേക്ക് മുറിക്കണം എന്നുള്ളത് ഒരുപാട് നാളുകൾക്ക് മുന്നേ എന്റെ മനസ്സിൽ കയറിയതാണ്. കാരണം ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ അച്ചായുടെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ഇതുവരെ ആഘോഷിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഒന്ന് ആഘോഷിക്കണം എന്നുണ്ടായിരുന്നു. ജസ്റ്റ് കേക്കൊക്കെ ഒന്ന് മുറിച്ച് എല്ലാവരുമായിട്ടൊന്ന് സന്തോഷത്തോടു കൂടി ആയിരിക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ അതെന്താണെങ്കിലും നടന്നു. ചേട്ടായി ഇല്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഞങ്ങളുടെ ഫാമിലി മൊത്തമായിട്ട് ഞങ്ങൾ ഒരു കേക്ക് കട്ടിംഗ് ഒക്കെ നടത്തി. അമ്മുക്കുട്ടൻ വിചാരിച്ച അമ്മുക്കുട്ടന്റെ ബർത്ത്ഡേക്ക് വാങ്ങിയ കേക്കാണെന്ന്. അപ്പൊ അതിനുശേഷം അമ്മുക്കുട്ടനെയും കൊണ്ടും കേക്ക് ഒന്ന് കട്ട് ചെയ്യിച്ചു. അപ്പം ഇതാണ് ഞങ്ങളുടെ സന്തോഷം, ഇതാണ് ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത്. ഞാനും അച്ഛനും എത്തിപ്പെട്ടിട്ടുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കുടുംബത്തിലേക്കാണ്. അപ്പൊ അതിൽ ദൈവത്തോട് ഒരുപാട് 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 നന്ദി പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ചെറിയ ചായ ഒക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്നത്. അതിനിടയ്ക്ക് കുഞ്ചുറു വീണയിൽ പോയ മെനവണം കഴിഞ്ഞപ്പം അക്കച്ചി അത് പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. അക്കച്ചി മ്യൂസിക് ടീച്ചറാണ്. അപ്പൊ അതില് അക്കച്ചിയും കൊച്ചും ഒക്കെ അതിൽ പാടി കേൾപ്പിക്കുന്നതാണ്. അവളത് ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. ഞങ്ങളുടെ ഫാമിലി ഫോട്ടോയും പിള്ളേരുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി. അമ്മുക്കുട്ടൻ നേരെ കോട്ടയത്തേക്കാണ് പോകുന്നത്, ഞാൻ അടിമാലിക്കും. അപ്പൊ അതിന്റെ ചെറിയൊരു വിഷമമാണ് മുഖത്തുണ്ടായിരുന്നത്. അപ്പൊ അതിനിടയ്ക്ക് ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ടല്ല, പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കാനും കൂടെ കയറി. അവിടെ പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ കയറി ഒരുമിച്ച് കയറി അവിടെ നിന്നാണ് ഞങ്ങൾ തിരിച്ച് യാത്ര പറഞ്ഞു പോകുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു മുതലിനെ കാണാൻ വേണ്ടിയിട്ടാണ് സന്തോഷത്തോടു കൂടി വരുന്നത്. പക്ഷെ തിരിച്ചു പോകുമ്പോൾ ഭയങ്കര വിഷമമാണ്. ഈ വാടി തളർന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന മുഖം കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ സങ്കടപ്പെട്ട് അവള് വിഷമിച്ചിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ടാറ്റ ബൈ ഒക്കെ പറഞ്ഞു പോകുന്നു. അപ്പൊ അത്രയേ ഉള്ളൂ.